വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാൻഡില ഫിസിക്സ് അക്കാഡമിയുടെ കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇന്ന് കൊടുക്കുന്ന ഗ്യാസസ് ലോ എന്ന് പറയുന്ന 14ാമത്തെ ചാപ്റ്റർ കെമിസ്ട്രി, അതിൽ ഇന്ന് കൊടുക്കുന്ന മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നുള്ളൂ. ഉത്തരങ്ങളും അതിന്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമായിട്ടാണ് കൊടുക്കുന്നുള്ളൂ. ക്വസ്റ്റ്യൻസ് മാത്രം കാണാൻ, ഉത്തരങ്ങളൊന്നും ഉണ്ടാവില്ല. ഉത്തരങ്ങൾ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ടെമ്പറേച്ചർ T റിമെയിൻസ് കോൺസ്റ്റന്റ്, ദ ബോയിൽസ് ലോ ഈസ് ഓൾസോ നോൺ ആസ് ബ്രാക്കറ്റിലെ ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡിയബാറ്റിക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ബോയിൽസ് ലോ ഈസ് നോൺ ആസ് ഡാഷ്. മൂന്നാമത്തെ ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ ഇവിടെ പ്രഷർ വോളിയം തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണ് കറക്റ്റ് എന്ന് വെച്ച് എടുത്ത് എഴുതുക. നാലാമത്തെ ക്വസ്റ്റ്യനും എന്ത് തന്നെയാണ്, ഒരു ഗ്രാഫ് തന്നെയാണ് തന്നേക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ് എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യനും എന്ത് തന്നെയാണ്, ഒരു ഗ്രാഫാണ്. അതിലേതാണ് കറക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഡാഷ് ക്വാണ്ടിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദി ഗ്യാസ്. ഓപ്ഷൻസ് വന്നിട്ട് വോളിയം, ഡെൻസിറ്റി, മാസ്, ഏരിയ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചാൾസ് ലോ ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻ എ ഐസോബാറിക്, ഐസോതെർമൽ, ഐസോകോറിക്, അഡിയബാറ്റിക്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗ്രാഫാണ്. അതിൽ കറക്റ്റ് ആൻസർ ആണ് നമ്മൾ എഴുതാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ടെമ്പറേച്ചർ വോളിയം TV ഗ്രാഫ് ഈസ് നോൺ ആസ്. TV ഗ്രാഫ് ഈസ് നോൺ ആസ്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ലോവസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ ഓഫ് -273 ഡിഗ്രി സെൽഷ്യസ് അറ്റ് വിച്ച് എ ഗ്യാസ് ഈസ് സപ്പോസ്ഡ് ടു occupy 0 വോളിയം ഈസ് കോൾഡ് ഡാഷ്. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗെ-ലൂസാക്സ് ലോ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഐസോബാറിക്, ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോകോറിക്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗ്രാഫ് ഓഫ് ഗെ-ലൂസാക്സ് ലോ ഈസ് നോൺ ആസ് ഡാഷ്. 14 ഒരു ഗ്രാഫാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡാഷ് ഓഫ് മോൾസ് ഓഫ് ദ ഗ്യാസ് അക്കോർഡിംഗ് ടു അവോഗാഡ്രോ ലോ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. PV is equal to nRT is known as dash equation and this equation is also known as dash. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The constant capital R represents. R എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. അങ്ങനെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് എഴുതാൻ പാടില്ല, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നല്ല എഴുതേണ്ടത്, വേറെ ആൻസർ ആണ് വേണ്ടത്. അത് ഏതാണെങ്കിൽ എടുത്ത് എഴുതുക. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡയമെൻഷൻസ് ഓഫ് ക്യാപിറ്റൽ R ഈസ് ഡാഷ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. R ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇവിടെയുള്ള ലിറ്റർ ബാർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1, ലിറ്റർ അറ്റ്മോസ്ഫറിക് പ്രഷർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1, ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1, കാലോറി കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ഇങ്ങനെ 4 യൂണിറ്റ് മാറുന്നതിനനുസരിച്ച് ആറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. ആ വാല്യൂസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തെഴുതാം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Density and molar mass of a gaseous substance relation is dash according to ideal gas equation. Option A, M is equal to P divided by DRT. Option B, M is equal to DRT divided by P. M is equal to RT divided by PD and M equal to RP divided by DT. P pressure ആണ്, D density, R universal gas constant, T temperature. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Dash is the pressure exerted by a gas when it is present alone in the same container and at the same pressure. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. To determine the pressure of a dry gas when collected over water in the application of dash law. അപ്പോൾ ആ കണ്ടീഷൻ ഏത് ലോ ആണ് ഒബേ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Mountaineers take oxygen cylinder due to decrease in pressure of oxygen at higher altitudes is the application of dash law. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The air pressure decreases with the increase in altitudes is the application of dash law. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സൈക്കിൾ, പമ്പ്, ടയർ പ്രഷർ ഗേജ്, ടയർ പ്രഷർ ഗേജ്, എനറോയിഡ്, ബാരോമീറ്റർ എക്സെട്ര ആർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ് ലോ. 25 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ നമ്മൾ കൊടുത്തുകൊണ്ട് കാറ്റഗറി 3 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ വേണമെങ്കിൽ സ്വയം കണ്ടെത്തി പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ കാൻഡല ഫിസിക്സ് അക്കാഡമി ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ കോച്ചിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏതിനൊക്കെയാണ്? കാറ്ററ്റ് കാറ്റഗറി 1 നമ്മൾ കൊടുക്കുന്നുണ്ട്, കാറ്ററ്റ് കാറ്റഗറി 2 നമ്മൾ കൊടുക്കുന്നുണ്ട്, കാറ്ററ്റ് കാറ്റഗറി 3 നമ്മൾ കൊടുക്കുന്നുണ്ട്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സിന് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ LPSA, UPSA ഇത് ഒരുമിച്ചല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെറ്റ് ഫിസിക്സിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യാൻ നമ്പർ ഇതാണ്: 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.